ചൂടാറാതെ അത് ആദ്യം കഴിച്ച് എന്നിട്ട് വീഡിയോ പിടിച്ചേ. മൊത്തത്തിലുള്ള കവറുകൾ കാരണം എന്നെ കാണാൻ മേല. ഇതൊക്കെ തയ്ച്ച് കിട്ടിയില്ലോ. അത് അതല്ല അതെന്റെ പുറകുവശ. അമ്മയ്ക്ക് ഈ കോഡ് സെറ്റ് ഇപ്പൊ വലിയ മതിപ്പൊന്നുമില്ല കണ്ട്. ഈ കോഡ് സെറ്റ് എന്ന് പറയുന്ന സംഭവം എന്റെ അഭിപ്രായത്തില് വീട്ടില് നേറ്റിക്ക് സംഭവം സെയിം ആയിട്ട് ഇടൂല, അത് ഒരുപോലെയായിട്ട് എനിക്ക് തോന്നണത്. അടിപൊളി കോമ്പിനേഷൻ ആയില്ലേ അത്. പ്രേക്ഷകര് പറയട്ടെ ഏതാണ് കൂടുതൽ മാച്ച് ചെയ്യണേന്ന് നിങ്ങൾ പറയാൻ. പക്ഷെ അത് പാടില്ല, ഞാൻ പോലും ഇല്ല. എന്ത് ചെയ്യാനാ, നിവൃത്തിയില്ല. പേടിച്ചിട്ട് നീ ഇതെന്താ അത് തുറന്നു നോക്കി. അമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധന. നമ്മ പതിവില്ലാതെ നൂഡിൽസ് ഒക്കെ ആണല്ലോ. ചെമ്മീൻ കിട്ടിയ കാരണം ഉണ്ടാക്കിയതാ. ആണോ? നല്ല വാസന. ചെമ്മീൻ ഇട്ട് കഴിയുമ്പോ നൂഡിൽസിന് ഒരു പ്രത്യേക മണാട്ടോ. അതുകൊണ്ട് എഗ് ഇട്ടില്ല കേട്ടോ. അപ്പൊ പറയണ്ടോ ഒരു എഗ് ഇടായിരുന്നു. എഗ് ഇട്ടില്ല ഞാൻ. പക്ഷെ വേണ്ട, ഇത് മതി. കാപ്പി കൊണ്ട് വരാം. അമ്മ കാപ്പി കൊണ്ട് വരാൻ പോയേക്കുവാ. എന്ന് നീ പോയി കഴിച്ചു. ചൂടാറിയത് കൊള്ളൂല, ഞാൻ കാപ്പി ഉണ്ടാക്കട്ടെ. കാപ്പി ഉണ്ടാക്കൊണ്ട് വരാം. അമ്മയുടെ ഏപ്രൺ കിടക്കണിട്ട് ചിരി മതി. ചിരിയെ പറ്റി അങ്ങനെ വരും. ചൂടാറാതെ അത് ആദ്യം കഴിച്ച് എന്നിട്ട് വീഡിയോ പിടിച്ചേ. കാരണം അത് നീ വരുമ്പോ റെഡിയാക്കി ചൂടാറാതെ തവയിൽ വെച്ചേക്ക് വരുന്നു. സമയം 7:10. ഞാനൊരു വളരെ നൂഡിൽസ് ലവറാണ് കേട്ടോ. നൂഡിൽസ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ എപ്പോഴും ഒന്നും ഞാൻ കഴിക്കാറില്ല, എല്ലാവർക്കും ഇഷ്ടമാവണമെന്നൊന്നുമില്ല. ചിലർക്ക് ബിരിയാണി ആയിരിക്കും, അങ്ങനെ പല ടേസ്റ്റുകൾ ഇഷ്ടമുള്ളവരുണ്ടാവും. ഒരു പ്ലേറ്റ് തന്നിട്ട് അതിൽ ബിരിയാണിയും നൂഡിൽസും വെച്ചാൽ ഞാൻ നൂഡിൽസ് എടുക്കുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, എനിക്ക് വേണ്ടെന്നേ. അത് രുചിയാട്ടോ. അമ്മയുടെ സ്പെഷ്യൽ പ്രോൺസ് നൂഡിൽസാ. വളരെ ടേസ്റ്റിയാ. പ്രോൺസ് ഇട്ടുകഴിഞ്ഞാൽ കുറച്ച് അമ്മ എപ്പോഴും നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. നൂഡിൽസ് പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അത് ചെയ്ത. നന്നായി ഇരിക്കണത്. അല്ല, അപ്പയുടെ ഞാനത് മാർജിനിൽ നിന്ന് എപ്പോഴും മേടിച്ച് വെക്കാറുണ്ട് ഇവിടെ സ്റ്റോർ. ഭയങ്കര പുഞ്ചിരിയിലാണല്ലോ. മൊത്തത്തിലുള്ള കവറുകൾ കാരണം എന്നെ കാണാൻ മേല. 1, 2 മഴക്കാറ് നന്നായിട്ടുള്ളത് കൊണ്ട് നല്ല വൃത്തിയായിട്ട് 6 മണിയായി പിന്നെ കുളിച്ചതാ, തല നനച്ച്. ഞാൻ മുടിതേ അത് കാരണം ഇങ്ങനെ കാണിച്ചു വെച്ചതാ. വീഡിയോയിൽ വരുമ്പോ അയച്ചിട്ട് ഒരു വൃത്തിയില്ലോ എന്നോർത്ത. എന്നിട്ട് നല്ല ഉഷ്ണ ഫാൻ്റെ നല്ലതായിട്ട് ഞാൻ ഇട്ട് വെച്ചേക്കണത്. മഴക്കാറുള്ളത് കൊണ്ടായിരിക്കും. ഇന്നലെ ഇടിയും വെട്ടി മഴയായിരുന്നു. അതായത് 5-ാം തീയതി. ഇന്ന് 6 അല്ല, ഇന്ന് 5. 4-ാം തീയതി നല്ല മഴയായിരുന്നു വൈകിട്ട് ഇവിടെ ഒരു 6 മണിയായപ്പോ. ഇന്ന് മഴക്കോളം നന്നായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഉഷ്ണ. അപ്പൊ അത് കാരണം ഫാൻ കൂട്ടിയിട്ടേക്കുവാണ്. പിന്നെ മൈക്ക് വെച്ചേക്കണത് കൊണ്ട് സൗണ്ട് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, നല്ല സൗണ്ട്. അപ്പൊ ഒത്തിരി കവറുകൾ ഇവിടെ ഉണ്ട്. ഈ കവർ കാണുമ്പോ എനിക്ക് മനസ്സിലായി രംഗീലയാന്ന്. അപ്പൊ എന്നാക്കിയാന്ന് നോക്കട്ടെ. മെറ്റീരിയൽ നിങ്ങളെ ഓൾറെഡി കാണിച്ചേക്കണതാണ്. അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടി. മൊത്തം കിട്ടിയോ? ഓൾമോസ്റ്റ് 1-2 ഞാൻ കൊടുത്തില്ല, അത് അടുത്ത ലോട്ടിൽ കൊടുക്കാന്ന്. എമർജൻസി കൊടുത്തല്ലോ ക്രിസ്മസ് ഇതിന്റെ ഒക്കെ ഉള്ളത്. അപ്പൊ ഓരോ പാക്കറ്റുകൾ തുറക്കട്ടെ, തയ്ച്ച് കിട്ടിക്കഴിഞ്ഞ് കാണാം എന്ന് പറഞ്ഞില്ലായിരുന്നു കൊണ്ടുവന്നപ്പോ. അപ്പൊ അതിന് പലതും തയ്ച്ച് കിട്ടി. നീ കാണാം. സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് മെറ്റീരിയൽ വാങ്ങി വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പൊ അതാണ് നമ്മൾ തയ്ക്കാൻ കൊടുത്തിരുന്നത് കേട്ടോ. തുറക്കാം. ആദ്യം സ്റ്റിച്ചിങ്ങിന്റെ ഇഷ്ടമുള്ളത് മാറ്റി വെക്കാം. എന്നാണേലും കുറെ ഉണ്ട്. 1 മണിക്കൂർ പിടിക്കും തോന്നണം. ഏതായാലും തുറക്കാം. ഈ സാധനങ്ങൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടല്ലേ, അതുകൊണ്ടാണ് നമ്മളിത് എടുക്കുന്നത്. അതുപോലെ ഉപയോഗിക്കുന്തോറും ഓരോ ദിവസം ഇഷ്ടം കൂടി വരുന്ന ഒരു സാധനമാണ് എനിക്ക് മൈക്കിന്റെ ആ ഒരു പെർഫോമൻസ് ഈസ് റിയലി ഗുഡ്. ഇതൊക്കെ തയ്ച്ച് കിട്ടിയില്ലോ. അതല്ല അതെന്റെ പുറകുവശ. മുൻവശം നോക്ക്, നല്ല ഭംഗിയില്ലേ? ആ പാറ്റേൺ തന്നെ പറഞ്ഞല്ലേ, ഇങ്ങനെയാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് തയ്ച്ചാ ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷെ കണ്ടോ, ഈ ലേസ് ഞാൻ അഡീഷണൽ വാങ്ങി കൊടുത്തതാണ്. ലേസിന്റെ റേറ്റ് പറഞ്ഞേരെ. എനിക്ക് തോന്നുന്നു എത്രയെന്ന് ഞാൻ പറഞ്ഞു, 3.5 മീറ്റർ ആണോ മേടിച്ചേ? 262 രൂപയാണ് ആയത് ലേസിന്. കരീംസിന്നല്ലേ? അതെ, കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന് തന്നെ. താഴെ അറ്റത്തുണ്ട് ഒരു ഫ്ലാപ്പ് അങ്ങ് വിടർത്തി കാണിച്ചു. അങ്ങനെ ഒരു കൈയുടെ അറ്റത്തുണ്ട്. അതെ കൈയുടെ അറ്റത്തുണ്ട്.
താഴെ അറ്റത്തും താഴെയുണ്ട്. അപ്പൊ പിന്നെ കഴുത്തേലും. അതെ 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 അതെ. അപ്പൊ അത് ക്രിസ്മസ് ടൈം അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോ ക്രിസ്മസ് ഒരു 15-ാം തീയതിക്ക് ശേഷം ഇട്ട് തുടങ്ങുമായിരിക്കും. അപ്പൊ ഓരോന്ന് ഇടുമ്പോ അല്ല അതിനു മുമ്പേ ഇടരുത്. ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചാണ് ഇടേണ്ടത്. ആ വീക്കിൽ ഫുൾ ഇടാനുള്ളതുണ്ടായിരിക്കും. അപ്പൊ അത് ആ സമയത്ത് ഇടുമ്പോ പടം എടുത്ത് കാണിക്കാം കേട്ടോ. ഇപ്പൊ നമ്പർ 1 നല്ല ഭംഗിയില്ലേ, ലേസ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ലതാ. ഞാൻ അവിടെ തപ്പി എടുത്തതാണ്. നല്ല രസമുണ്ട് ആ ലേസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ലേസ് വളരെ നല്ല ലേസ് ആയിരിക്കണം. പണ്ട് നൈറ്റ് തയ്ക്കുമ്പോ നല്ല ലേസ് അവര് വെക്കും. അമ്മയ്ക്കും പറ്റിയ ലേസ് ഒക്കെ അവിടെ കൊണ്ടുപോവാ. മനസ്സിലായി. അത് ഞാന് മല്ലിയോട് ചോദിക്കാൻ ലേസ് എന്തോരം വേണോന്ന് നൈറ്റിക്ക്. അപ്പൊ അതനുസരിച്ച് അവിടെ എറണാകുളം പോകുമ്പോ മേടിക്കാലോ. അതെ 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 അതെ, നല്ല ഭംഗിയുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊരു ഫ്രോക്ക് ടൈപ്പ് ആണ് ഞാൻ തയ്പ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 3 മീറ്റർ എടുത്തേക്കണം കേട്ടോ. തുണി 3 മീറ്റർ ആണ്. ആരോ ചോദിച്ചായിരുന്നു. 272 പെർ മീറ്റർ പോത്തീസിന്നാട്ടോ എടുത്തത്. ആ ചേട്ടനും ചോദിച്ചു ഇത് ഈ തുണി എവിടെ നിന്നാണ്. ഈ വൈബ് കണ്ടിട്ട്. അതെ അതെ, നല്ല കട്ടിയുണ്ട് ആ തുണിക്ക്. അതുകൊണ്ട് നല്ല ഭംഗിയാണ് ആ തുണി. ടേബിൾ ക്ലോത്ത് ആയിട്ട് പെട്ടെന്ന് തോന്നും. ഞാനങ്ങനെ പക്ഷേ ഇന്നലെ നമ്മള് ഷോപ്പിങ്ങിന് പോയപ്പോ ഹോമില് ഈ മെറ്റീരിയൽ തന്നെ ടേബിൾ ക്ലോത്തിന്റെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് ബ്രോഡ്വേ ഷോപ്പിംഗ് ഇല്ലേന്ന്. ഉണ്ട്. നമ്മൾ ഇന്നലെ ഒരു കലക്കൻ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് ഇരിക്കുവാട്ടോ. വീഡിയോ ഓരോ ദിവസങ്ങളായിട്ട് വരുന്ന ദിവസങ്ങൾ എഡിറ്റ് ചെയ്തിടാം. ഒത്തിരി വീഡിയോസ് പെൻഡിങ് ഉണ്ട് ഇടാനായിട്ട്. ഒത്തിരി വീഡിയോസ് ഉണ്ട്. പ്രത്യേകിച്ച് ഡിസംബർ ആകുമ്പോ നമുക്ക് ബൾക്കി വീഡിയോസ് ഉണ്ടാവും. അപ്പൊ ഞാൻ മാക്സിമം പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടാൻ ശ്രമിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ മേടിക്കാൻ കാര്യം ഒരു സാധാ ടോപ്പാട്ടോ. ജസ്റ്റ് ഒരു ഫ്ലാപ്പ് ഒന്ന് വിടുത്തി കാണിച്ചു. ഫുള്ള് വിടുത്താത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അതേപോലെ മടക്കാൻ വലിയ പാടാ. ഞാനിത് മേടിച്ചതേ ഭയങ്കര അട്രാക്റ്റീവ് ക്ലോത്ത് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഈ സ്ട്രോബെറി പ്രിന്റ് ഇല്ലേ, അത് കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു പ്രത്യേക. സ്റ്റിച്ച് ചെയ്തതാണോ അല്ല റെഡിമെയ്ഡ് ആണോ? ഇത് സ്റ്റിച്ച് ചെയ്തതാ. സ്റ്റിച്ച് ചെയ്താണോന്നാണ് ചോദിച്ചത്. മെറ്റീരിയൽ എടുത്തത്. മെറ്റീരിയൽ ഞാൻ പക്ഷെ മെറ്റീരിയൽ എടുത്തത് നീ കാണിച്ചില്ലായിരുന്നു ഇവിടെ. കാണിച്ചായിരുന്നോ? ഞാൻ മറന്നുപോയിട്ടോ. ഈ സ്ട്രോബെറി പ്രിന്റിനോട് എനിക്കൊരു പ്രത്യേക താല്പര്യം തോന്നി. അങ്ങനെയാണ് ഞാനിത്. സിമ്പിൾ ഒരു ടോപ്പാണ് കേട്ടോ. ഇടുമ്പോ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യാവേ. ഒരു ഇൻഡിഗോ പ്രിന്റ് വേണം എന്നിങ്ങനെ നോക്കി നടക്കുമ്പോ എനിക്ക് ഈ പ്രിന്റ് വളരെ ഇഷ്ടമായി. പിന്നെ ഞാനിത് കോട്ട് സെറ്റ് ആക്കാനായിട്ട് പിന്നെ എനിക്ക് ഒരു ആഗ്രഹം തോന്നി. ഞാൻ പിന്നെ പോയി നോക്കിയപ്പോ ആ തുണി അവിടെ തീർന്നു. സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് ബോട്ട ഇടാം. ആദ്യം ഞാൻ ഓർത്തു പിങ്ക് ഒക്കെ. വൈറ്റ് ഇടണം. വൈറ്റ് ഉണ്ടല്ലോ, വൈറ്റ് ഇടണം. വൈറ്റ് ഇട്ടാലോ നല്ലത്. ഇതിന് ഗ്രീൻ ഇടാൻ വേണമെങ്കിൽ. അതിന് വൈറ്റാ ഭംഗി. ലേസ് തന്നെ വേണം. വൈറ്റ് ഉണ്ടല്ലോ, വൈറ്റ് ഇടാം. അത് താഴെ വരെ ഉണ്ടാവും. പക്ഷെ ലെങ്ത് മറ്റേ വേറൊരു എന്റെ ഇരിപ്പില്ലേ ലേസ് ഉള്ള ലെഗിങ്സ്, അതിടാം. അടുത്തത് എനിക്ക് മനസ്സിലായി. നിങ്ങളെ ഫുട്ബോൾ പ്രിന്റ് ഉള്ള ഒരു മെറ്റീരിയൽ, ഹക്കോബ മെറ്റീരിയൽ. ഇതിന്റെ ഒരു ബ്ലാക്കും ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ വഴിയാ നിങ്ങൾക്ക് കാണാം. ഇതിന്റെ മുട്ട് വരെയാണ് ഞാൻ ലൈനിങ് വെക്കാൻ പറഞ്ഞേക്കണേ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈനിങ്ങിന്റെ ആവശ്യമില്ലല്ലോ. പലാസോ അല്ലേ? പലാസോയാ. ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ അല്ലേന്ന് നോക്കി. ഇനിയിപ്പൊ അങ്ങനെ അല്ലേലും കുഴപ്പമൊന്നുമില്ല. മുട്ട് വരെയാണ് ലൈനിങ് ഞാൻ പറഞ്ഞേക്കണേ. നോക്കാം. അല്ല പറയണ പോലെ പുള്ളി ചെയ്യൂ. അതെ അതെ അതെ, അതെപ്പോഴും നമ്മള് ഇത് എന്നോടാ പറഞ്ഞ ഒരു തയ്ച്ച ടോപ്പ് കൂടി ഇരിക്കണ. എന്നോട് പറഞ്ഞില്ല ടോപ്പിന്. പിന്നെ വേറെ ഒരു മെറ്റീരിയൽ എന്റെ ഇരിപ്പുണ്ട്. വൈറ്റ് ബോട്ടത്തിന് ഒരുപാട് ടോപ്പ് ഉണ്ട് ഇടാതിരിക്കുന്ന ടോപ്പ് ഒരെണ്ണം ഓൾറെഡി അലമാരിയിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നല്ലതാട്ടോ. ആ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് ഒരു പ്രത്യേക കളറിൽ ഇങ്ങനെ പ്രിന്റ് ആണോന്ന് ചോദിച്ചാൽ പ്രിന്റ് അല്ലാതായിട്ടുള്ളത്. അപ്പം ഞാൻ ഇവളോട് പല പ്രാവശ്യം പറഞ്ഞു, എടി വൈറ്റിൽ ലെഗി ഇട്ടത് ഇട 7/8 അല്ലെങ്കിൽ ആംഗിൾ ലെങ്തോട്. അന്നേരം പറഞ്ഞു വേണ്ട ഇത് ഇങ്ങനെ തയ്ച്ചിട്ട് ഇടുവോളെന്ന് പറഞ്ഞു. അപ്പം അതെ നല്ലതാ, നല്ല രസമുണ്ട്. അത് മാക്സിമം ലൂസ് ഫിറ്റിലാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞേക്കണം കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ ഇതൊക്കെ കാണിക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഇത് മെറ്റീരിയൽ അത് കോട്ട് സെറ്റാ. അമ്മയ്ക്ക് ഈ കോട്ട് സെറ്റ് ഇപ്പൊ വലിയ മതിപ്പൊന്നുമില്ല കണ്ട്. ഇതും ക്രിസ്മസിന് ഇടാലോ അല്ലേ? കോട്ട് സെറ്റ് മതിപ്പില്ലാത്തതിന്റെ ഒരു പ്രധാന കാരണം ഞാൻ പറയാം. വിജനതയിലേക്ക് നോക്കി പറയാം, ഇതിലേക്ക് നോക്കണില്ല.
ഈ കോഡ് സെറ്റ് എന്ന് പറയുന്ന സംഭവം എന്റെ അഭിപ്രായത്തില് വീട്ടില് നേറ്റിക്ക് ഇടുന്ന സംഭവം സെയിം ആയിട്ട് ഇടൂല, അത് ഒരുപോലെ ആയിട്ടാ എനിക്ക് തോന്നണതാ. അത് ശരി തന്നെയാണ്, പക്ഷെ അതിപ്പോ ഒരു ട്രെൻഡാണ്, അതൊരു ട്രെൻഡിനനുസരിച്ച് നീങ്ങണമെന്ന്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എന്റെ വീട്ടിലിരുന്ന നൈറ്റി പുറത്ത് വരുമോന്ന് അറിയില്ല. അതും ഡൗട്ടാണ്, എന്നെ സംബന്ധിച്ച് ഡൗട്ടാണ്. അതെ, ഇത് കോഡ് സെറ്റ് ആയിട്ടാട്ടോ. അതെ, അത് നല്ല രസമുണ്ട്. ഇത് നമ്മള് ജയ്പൂർ ബസാറിൽ നിന്ന് ഞാൻ മേടിച്ച തുണിയാ. ക്രിസ്മസിന് ഇടാം അല്ലേ? ഇത് ഞാൻ ലൈനിങ് വെക്കാൻ പറഞ്ഞായിരുന്നു ആ ചേട്ടനോട്. ലൈനിങ് വെച്ചിട്ടുണ്ട്, കാരണം ഇത് കുറച്ച് സോഫ്റ്റ് ടൈപ്പ് മെറ്റീരിയൽ. അപ്പൊ ഇത്തിരി സോഫ്റ്റ് ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ലൈനിങ് വെക്കാൻ പറഞ്ഞേ. മറ്റേ കട്ടിയുള്ളതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ ടോപ്പ് ഒരു ഫ്ലാപ്പ് ഒന്ന് നീക്കി കാണിച്ചു തരൂ. ആ പ്രിന്റ് നല്ല രസം അല്ലേ? ശരിക്കും ക്രിസ്മസിന് ഇടാത്. വൈറ്റ് ആൻഡ് റെഡ് അല്ലേ? അത് തന്നെ, അവിടെ ഓപ്പൺ ചെയ്താൽ മതി. അങ്ങനെ തന്നെ കണ്ടോ, ഇടവിട്ട് ഇങ്ങനത്തെ പൂക്കളാ. നല്ല വൈറ്റ്നെസ് ഉണ്ട് അല്ലേ ഇത്? നല്ലതാ. പക്ഷെ ഇത് വാഷ് ചെയ്യുമ്പോ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുട്ടമണി കിട്ടും. ഒരു കാര്യമുണ്ട്, വൈറ്റ്നെസ് ഉണ്ട്. ഇത് എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യണ്ട, കാരണം ഈ വാഷ് ചെയ്യുമ്പോൾ നീ പറഞ്ഞ പോലെ എങ്ങനെയൊക്കെയാന്ന് പറയാൻ പറ്റില്ല. ഈ കളറ് വിലയുള്ളത് കൊണ്ട് പോവില്ലായിരിക്കും കളർ ചേഞ്ച്, പക്ഷെ ഇത് ഈ വൈറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാ. അപ്പം അത് ഒരുപാട് അങ്ങനെ ഇടണ്ടെന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത്. ബോട്ടത്തിന് ഞാൻ ലൈനിങ് വെക്കാൻ പറഞ്ഞായിരുന്നു, കാരണം വൈറ്റ് ആകുമ്പോൾ നിഴലടിക്കും, പിന്നെ അതിന്റെ അടിയിൽ വേറെ സാധനം ഇടാനൊക്കെ നല്ല കട്ടിയായി. ഇപ്പൊ അതിന്റെ അടിയിലും മറ്റു വേറെ ഇടിയിലൊന്നും നടക്കില്ല, പിന്നെ അത് നടക്കാൻ തട്ടും. അതൊക്കെ പ്രശ്നം. ജസ്റ്റ് ഒന്ന് ഇവിടത്തേക്ക് അങ്ങനെ കാണിച്ച അത് തന്നെ, ആ പ്രിന്റ് കാണാൻ വേണ്ടിട്ടാ. നല്ല രസമുണ്ട് ആ പ്രിന്റ്. അത് അധികം വേണ്ടാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ചിലപ്പോ മുട്ടുവരെ ആയിരിക്കും ഉള്ളത്, കാരണം അത്രയും വേണ്ടി വരുവുള്ളൂ. കാണാൻ മേല എനിക്ക് ആന്ന് തോന്നണം. ആദ്യം ഇടുമ്പോ വിടുത്താഞ്ഞു. അതെ, എന്തായാലും മേളിലുണ്ട്. അപ്പൊ പിന്നെ അല്ല, വെക്കാൻ പറഞ്ഞാൽ പുള്ളി വെക്കാതിരിക്കുമല്ലോ. അപ്പൊ ഇത് മടക്കാം. നല്ല വൈറ്റ് കളർ, അതിന്റെ ഒട്ടും ഫേഡായിട്ടോ ഒന്നുമില്ല. വൈറ്റ് കളർ മെയിൻറ്റെയിൻ ചെയ്യണത് മാത്രമേ പ്രശ്നമുള്ളൂ. ക്രിസ്മസിന് ഇടാം, ഏതായാലും അത് ഇടാം. കരോളൊക്കെ പാടാൻ പോകുമ്പോ അതിട്ടാ ശരിയാവൂല. കാരണം എന്താന്ന് വെച്ചാ വഴിയിൽക്കൂടെ പള്ളിയിൽ പോകുമ്പോ ഇടാം. വഴിയിലൊക്കെ നടന്നു പോകുമ്പോ ഈ കാടും പടലയും മേടും ഒക്കെ ശരിയാവൂല. വൈറ്റ് അതിന് ഇടാനുണ്ടല്ലോ ചുമപ്പ്. അമ്മയ്ക്ക് വൈറ്റ് അത്ര ഇഷ്ടമല്ല. അതല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല. അത് നമ്മുടെ വഴികളറിയാലോ, മണ്ണ് വഴിയല്ലേ. മണ്ണ് വഴി കൂടെ പോകുമ്പോ ഒരിക്കലും അത് ഇടാൻ പറ്റില്ല. എവിടെയെങ്കിലും പോകുമ്പോ ഇടാന്നാ. അല്ല, പോകുമ്പോഴല്ല, അല്ലാതെ ഇടാം. ഓഫീസിൽ ക്രിസ്മസ് ടൈം ആകുമ്പോ ഇടാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കാടും മേടും നടന്ന് പോകുമ്പോ ഇടാൻ പറ്റൂല. അപ്പൊ ഇത് ഇത്ര മാറ്റിയിട്ടോ, ഞാൻ എടുത്തു വെച്ചു, മാറ്റി. ഇത് ചിലതൊക്കെ അളവ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരുമിച്ച് അങ്ങനെ വെച്ചേക്കണം. ഇതൊക്കെ അളവ് കൊടുത്താ ഞാൻ ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിരുന്നതാണ്. പക്ഷെ ഒരെണ്ണം അതിനകത്ത് അഡീഷണൽ ഉണ്ട്. ഇതിലുണ്ടോ? ഇല്ലേ, ഇതിലില്ല, വേറെ കാണും. അത് ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിരുന്നതാണ്. ഇത് നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ കണ്ടേക്കണതാ. അതെ, അതെല്ലാം നിങ്ങൾ കണ്ടതാട്ടോ. നാളെ ഞാൻ ഇവളോട് പറഞ്ഞു, ഓൾട്ടർ ചെയ്യാൻ കൊടുത്തേക്കണത് ദൈവത്തെ ഓർത്ത് അതൊന്നും ഓൾട്ടർ ചെയ്ത് തരുവാണെങ്കിൽ അതിന്റെ ടോപ്പുകളെല്ലാം ഇവിടെ മടക്കി ഇരിക്കുക, മാറിയിടാന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, ഒന്നിച്ച് ആ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കാൻ ഒത്തിരി വൈകി, അപ്പൊ കാരണം നേരം കിട്ടണ്ടേ, നമുക്ക് എല്ലാം കൂടെ ഓടണ്ടേ. ഉണ്ട്, ഇതിലുണ്ട് ഒരെണ്ണം തയ്ച്ചത്. പിന്നെ ഇത് ഓർഡർ ചെയ്താ, മറ്റത് അയച്ചത് ഇതിലുണ്ട്. അതും ഫുട്ബോൾ പ്രിന്റ് ഉള്ള. അതിന് ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല, കാരണം ലൈനിങ് വെക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അത് ഇട്ട് കഴിയുമ്പോ തൂങ്ങി പോകും. അയ്യോ, എനിക്ക് ഇത്രയും ദേഷ്യം വേറില്ല. അത് അപ്പടി തൂങ്ങിയത് എനിക്കത് ഇടാനേ ഇഷ്ടമല്ല. അങ്ങനെ തൂങ്ങിയ ഒരു സുഖമില്ല. അതെ. ഇത് ഏതിന്റെ കൂടെ ഇടണത്? ഇത് അത് ഉള്ളിലുള്ള ബോട്ടങ്ങി എടുത്തോ, അതിന്റെ കൂടെയാണ്. ബ്ലാക്കിന്റെ കൂടെയാണ് ഇതിന്റെ? അല്ല, ഉള്ളിലൊരു ബോട്ട ഇരിപ്പുണ്ട്, അതിങ്ങ എടുത്തോ. അതും ബ്ലാക്കും ആയിട്ട് വെച്ച് നോക്കാം, അപ്പൊ നല്ലതായിട്ട്. താഴെ ഇരിക്കണേ അതല്ല, അത് തന്നെ. ഇതോ? അതും ഇതും തമ്മിൽ നല്ല കോൺട്രാസ്റ്റ്. ഇതൊക്കെ അളവ് കൊടുത്തതാ. ഇതും കൂടെ വെക്കാനാണ്. അടിപൊളിയല്ലേ അത്. പിങ്ക് മാറ്റ്, അപ്പൊ അല്ലെങ്കിൽ മനസ്സിലാവൂല. ഇതൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആയില്ലേ അത്, നല്ല കോൺട്രാസ്റ്റാ.
അമ്മയ്ക്ക് അത്ര പിടിച്ചിട്ടില്ല. എനിക്ക് ഇതിന്റെ കൂടെ ഇടാനാ ഇഷ്ടം. വേണമെങ്കിൽ അതിന്റെ കൂടെയൊക്കെ ഇടാം. അമ്മ പറയണതേ ആ ഇക്കട്ട് ബോട്ടത്തിന്റെ കൂടെ ഇടണോന്നാട്ടോ പറയണത്. അന്നേരം പിന്നെ ഒരുപാട് ഇരുളിമ ആവുമായിരിക്കും. അതുകൊണ്ടല്ല, വേണമെങ്കിൽ ഇടാം. അതും ഒന്ന് വെച്ച് കാണിച്ചു നോക്കാം വേണമെങ്കിൽ. പ്രേക്ഷകര് പറയട്ടെ ഏതാണ് കൂടുതൽ മാച്ച് ചെയ്യണേന്ന് നിങ്ങൾ പറയാം. ഞാൻ ഇത് ഇങ്ങനെ അങ്ങ് വെച്ചതാട്ടോ, ഇനിയിപ്പോ അത് മാറ്റാനൊന്നും പറ്റില്ല. ഇതിന്റെ കൂടെ ഇടണോ? പിന്നെ അന്നേരം കൂടുതൽ ഇരുളിമ വരും. ചിലപ്പോ ഇതിന്റെ കൂടെ തന്നെ ഇടാം. നല്ല ഭംഗിയാ, നല്ല കോൺട്രാസ്റ്റ് അതിന്റെ കൂടെ ഇടുന്നത്. പക്ഷെ ആ ടോപ്പ് നല്ല രസമുണ്ട്, ആ ഫുട്ബോൾ പ്രിന്റ് നല്ലതാ. ഇതിന്റെ കൂടെ കുറച്ച് ഹെവി ഓർണമെന്റ്സ് ഒക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും. അതിൽ അമ്മയ്ക്ക് അത്ര തൃപ്തി. ഈ ഓർണമെന്റ്സ് എന്ന് പറയുമ്പോ എന്റെ കാഴ്ചപ്പാട് മറ്റേ ഓർണമെന്റ്സ്. പക്ഷെ അത് പാടില്ല, ഞാൻ പോലും ഇല്ല. എന്ത് ചെയ്യാനാ, നിവൃത്തിയില്ല. പേടിച്ചിട്ട് മനുഷ്യന് അപകടത്തിൽപ്പെടുന്നതിലും ഭേദം ഇടാതിരിക്കുമല്ലേ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇത് പിന്നെ ആരും കണ്ടിക്കൂലായിരിക്കും. അപ്പൊ ഇതാ അത് ഒരു ഫ്ലാപ്പ് ഒന്ന് ഇവിടുത്തെ കാണിക്കും. ഒരു ഫ്ലാപ്പ് കാണിക്കാം, ആ പ്രിന്റ് കാണിക്കാൻ വേണ്ടിട്ടാ. മനസ്സിലായി? അതുകൊണ്ട് ശരിക്കും ഫുട്ബോൾ പ്രിന്റ്. നമ്മളോട് ഒരു വ്യൂവറാ പറഞ്ഞ ഫുട്ബോൾ പ്രിന്റ് എന്നത് കറക്റ്റ് ആണ് പറഞ്ഞായിരുന്നു. ഈ മെറ്റീരിയൽ കാണിച്ചപ്പോഴാണോ വൈറ്റ് കാണിച്ചപ്പോ പറഞ്ഞായിരുന്നു ഇങ്ങനെ. നല്ല നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് വെക്കാം. അപ്പൊ ഡ്രസ്സുകളൊക്കെ കഴിഞ്ഞു. ഇനി മറ്റേ കവറിലും ഇതെല്ലാം ഓൾട്ടർ ചെയ്താട്ടോ. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടേക്കണം. പലതിന്റെ നിറം വരെ അല്ലേ കുറഞ്ഞിട്ടുണ്ട്. അത് ഓൾട്ടർ ചെയ്ത് കിട്ടിയതാണ്. ഇനി ഇതെന്താ അത് തുറന്നു നോക്കി. അമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. ബാഗാന്ന് തോന്നുന്നു. പള്ളി കണ്ടിട്ട് തുറന്നു നോക്കിയ ഒരു വെറൈറ്റി ബാഗാ. അതിങ്ങനെ തുറന്നോ, കീറിപ്പോവും. അല്ലെങ്കിൽ ഇത് കടയിൽ നിന്നാണോ ഓൺലൈൻ ആമസോണാ. ബില്ലൊക്കെ ഉണ്ട് അതില്. ഡ്രസ് ഇടാനായിരിക്കും. അല്ല, കുറച്ച് മാഗസീൻസ് ഇട്ട് വെക്കാനാ. അവിടെ റൂം ക്ലീൻ ചെയ്യാനായിട്ടേ കുറച്ച് മാഗസീൻ ഇതിനകത്ത് ഇട്ട് വെക്കാനാ. നല്ല ബാഗാ. കളറ് വൈറ്റ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ വെള്ള വേണം, അല്ലെങ്കിൽ അറിയില്ല അറിയില്ല അല്ലേ. വേറെ എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാലൊക്കെ. ശരിയാ ശരിയാ, അത് ശരിയാ. ഇതിന് എത്രയായി? 375 അങ്ങനെ. ആമസോൺ ആണോ? അത്യാവശ്യം വലുത് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഇത്രയും ക്വാളിറ്റി ഉണ്ടാവും വിചാരിച്ചില്ല. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അതെ, കണ്ട അത്യാവശ്യം വലിപ്പമുണ്ട്. കൊറേ മാഗസീൻസ് ഇട്ട് വെക്കാം. ഒരു പ്ലാസ്റ്റിക് ചാക്കിന്റെ ഫീൽ ആണ്. തീരെ ലോ പ്ലാസ്റ്റിക് അല്ല അത്. നിങ്ങൾക്ക് വീഡിയോയിൽ അത് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് സംഭവം. അത്യാവശ്യം വലുതുവാ. ഇങ്ങനത്തെ സ്റ്റോറേജ് സ്പേസസ് നല്ലതാ. കുറെ ആവശ്യമില്ലാത്ത സാധനമൊക്കെ ഇട്ട് വെക്കാം. പൊടി പിടിക്കാതെ സേഫായിട്ട് ഇരുന്നോളും. ഇത് മടക്കാൻ എനിക്കിപ്പോ നല്ല മടക്കാൻ അത് എനിക്കും പ്രയാസമായിരുന്നു. വിടർത്തി കഴിഞ്ഞാൽ പിന്നെ മടക്കാൻ പാടാണ്. ഈ ഡ്രസ്സുകളൊക്കെ ഇട്ട് വെക്കാം. അതിന് വേറെ ഉണ്ടല്ലോ. തൽക്കാലം അങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ഇനി അത് അതുപോലെ മടക്കാൻ പറ്റൂല. അതിൽ കയറൂല എന്തായാലും. ഇതാണ് സ്റ്റോറേജ് ബാഗിന്റെ റേറ്റ് 375 രൂപ. ഇന്ന് അമ്മ മടുത്തു തുടങ്ങി അൺബോക്സ്. സമയം ഇത്രയായതുകൊണ്ട് എനിക്ക് സന്ധ്യയായി അത്ര സുഖമൊന്നുമില്ല. പിന്നെ സന്ധ്യയായി കഴിഞ്ഞ പകല് പോലെയല്ല, എപ്പോഴും അധികം ഒന്നും സാധനങ്ങളില്ല. ഫുൾ പച്ചക്കറികളാ. ഇത് ക്യാരറ്റ് ഇത് മുഴുവനും 2 ദിവസം ഇരുന്ന് തിന്നാനാ. ഫുൾ പച്ചക്കറികളാ. ഒരെണ്ണം ഏത്തപ്പഴ. അത് അപ്പയ്ക്ക് നാളെ പുഴുങ്ങി കൊടുത്തേരെ കേട്ടോ. ഇത് ഏത്തപ്പഴല്ല, അത് ഞാലിപ്പൂവനാ. അപ്പൊ ഇവിടെ കണ്ണമ്പഴം ഇരിപ്പുണ്ടല്ലോ. കണ്ണമ്പഴം എനിക്ക് സ്മൂത്തി അടിക്കാൻ വലിയ താല്പര്യമില്ല. ഞാലിപ്പൂവൻ അതിന് വേണ്ടി മേടിച്ച. ഒരു കുക്കമ്പർ ഉണ്ട്, പിന്നെ ക്യാരറ്റും ബീൻസും കേട്ടോ. അതെന്തിനാ അത് ആ ചേട്ടൻ ഫ്രീ ഇട്ട് തന്നാ. അത് കൊണ്ടോക്കോളാ പറഞ്ഞു. സ്ഥിരം മേടിക്കണായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞു ഇത് കൊണ്ടോക്കോ മോളേന്ന് പറഞ്ഞു. അറിയാലോ. ക്യാരറ്റ്, ബീൻസ്, കുക്കുംബർ ഒക്കെ ഇട്ട് സാലഡാണ് ഞാൻ മിക്കവാറും ഡിന്നർ കഴിക്കണേ കേട്ടോ. ഒരു ഫുൾ മീലായിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഒക്കെ ഉണ്ടാക്കിയാ ഞാൻ കഴിക്കണേ. ഞാലിപ്പൂവും പഴുത്തു തന്നെ ഉള്ളു ശരിക്കും അല്ലേ. ഫ്രൂട്ട് ബൗളിലേക്ക് വെച്ചേക്കാം. സ്മൂത്തി അടിക്കാൻ അതൊക്കെ ധാരാളം. അതിന് മതി. ഇത്തവണ സാലഡ് ഉണ്ടാക്കുമ്പോൾ വേറൊരു ഐറ്റം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഐറ്റാണ് അതിലിരിക്കുന്നത്. സോയ ചങ്ക്സ് ആയിരിക്കും. സാലഡിന്റെ കൂടെ ആഡ് ചെയ്യാൻ മേടിച്ചതാ.
ഇത് ഏതാണ്ട് വേവിച്ചിട്ടൊക്കെ അല്ലേ പിഴിഞ്ഞെടുക്കണതൊക്കെ? വേവിക്കണം. 22 രൂപ കേട്ടോ. കുറച്ചേ മേടിച്ചിട്ടുള്ളൂ. 162 ഗ്രാം കുഞ്ഞു സോയാ ചങ്ക്സ് വേവിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് സാലഡിൽ ഇടാൻ വേണ്ടിയാ. ഞാൻ മറന്നു പോയിട്ട് തിളച്ച വെള്ളം ഒഴിക്കണം. എന്നിട്ട് അത് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്തിട്ടുണ്ട്. മറന്നുപോയി. അതെങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട്, എപ്പോഴും അങ്ങനെ ചെയ്യാത്തതുകൊണ്ട്. പണ്ട് കോട്ടപ്പടിയിൽ അവള് പറഞ്ഞാ ഞാനത് ഉണ്ടാക്കിയ സോയ ചങ്ക്സിന്റെ റോസ്റ്റ്. നേഹയും നിർന്നുകട പണ്ട് ഒരുപാട് മുമ്പ് വീഡിയോ തുടങ്ങിയിടയ്ക്ക്. അതാ ഞാൻ പറഞ്ഞ ഏത്തപ്പഴം അത് അപ്പഴേക്ക് നാളെ പുഴുകി കൊടുത്തരും കേട്ടോ. മറ്റേത് കൊക്കോ പൗഡറാണ്. ഇവിടെ ഇരിക്കുന്ന തീരാറായി. ബേക്കേഴ്സിന്റെ ആണ് മേടിച്ചത്. അത് പൊട്ടിക്കുമ്പോ ഫ്രിഡ്ജിട്ട് വെച്ചാൽ മതി. ഇപ്പൊ ഇവിടെ ബെർത്ത് ഷെൽഫിൽ വെക്കാം. അത്രേ ഉള്ളൂ സാധനങ്ങൾ. മതിയല്ലോ. ഇതിന് ബില്ല് കിടപ്പണ്ടേ? ബില്ലൊന്ന് കാണിച്ചേക്കാം. ഇത് 166 രൂപയുടെ സാധനങ്ങളല്ലേ? ഞാൻ ഇതിന്റെ ഇത് കഴിയുമ്പോൾ പറയാം. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ മഴയും തുടങ്ങിയിട്ടാ. നല്ല മഴ.